സാവധൂതം പരിചനസഹിതം കൃഷ്ണ ചൈതന്യദേവ് ശ്രീരാധാ കൃഷ്ണ പാദാം സഗണലളിതാം ശ്രീവിശാഖാനിതാം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ് സപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാരസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപാസുരൂപകം താവതാരം ഭക്താഖ്യാ നമാമി ഭക്തശക്തി നിത്യാനന്ദമഹം നൗമി സർവാനന്ദകരം പരം ഹരിനാമപ്രദം ദേവം അവധൂത ശിരോമണി നമോ മഹാവതിന്യായ കൃഷ്ണപ്രേമപ്രദായ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമ്നേ ഗൗരതിഷേ നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ നാമിനി നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണേ വിശേഷാശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തഥാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമഃ ചില പ്രഭുപാദ ഗുരുമരാജ് ഹരേ കൃഷ്ണ മദേകബന്ധോ മത്സംഗിൻ മത്കുരോ മന്മഹാദന മന്നിഷ്ടാരകമദ്ഭാഗ്യാമദാനന്ദ നമസ്തുതേ. ഗ്രന്ഥരായ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 1-ാം അധ്യായം ശ്ലോകം 20. ഇപ്പൊ പല സ്ഥലങ്ങളിലും ഇന്നാണ് ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്. നമ്മുടെ വൈഷ്ണവ കലണ്ടർ പ്രകാരം നമ്മൾ കഴിഞ്ഞ മാസം 16 ആഘോഷിച്ചു അല്ലെ. ഇപ്പൊ അത് ചില സ്ഥലങ്ങളിൽ ഇവിടെ കേരളത്തിലൊക്കെ മലയാളം കലണ്ടർ പ്രകാരം അല്ലെ ചിങ്ങമാസത്തിലെ രോഹിണി അഷ്ടമി വരുന്നതാണ് അല്ലെ. വൈഷ്ണവ കലണ്ടർ പ്രകാരം സംസ്കൃത കലണ്ടർ നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. ആ തിഥി വരുന്ന ദിവസമാണ് പ്രധാനം അല്ലെ. നമുക്കറിയാം തിഥിയാണ് കൂടുതൽ നമ്മൾ ഭഗവാന്റെയും മറ്റുള്ള ആചാര്യന്മാരൊക്കെ തിഥിയാണ് നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്നത് അല്ലെ. ഗൗര പൂർണിമ, ബലറാം പൂർണിമ, പൂർണിമ, അതേപോലെ രാധാഷ്ടമി, ജന്മാഷ്ടമി, ധാരാളം നിത്യാനന്ദ ത്രയോദശി, നരസിംഹ ചതുർദശി എല്ലാം നമ്മൾ തിഥി നോക്കിയിട്ടാണ് എടുക്കുന്നത് വൈഷ്ണവ കലണ്ടർ പ്രകാരം. അപ്പൊ നമ്മൾ നേരത്തെ ആഘോഷിച്ചു എങ്കിലും പല സ്ഥലങ്ങളിലും ഇന്ന് ആഘോഷിക്കും അല്ലെ. അപ്പൊ എന്താണ് ഭഗവാൻ പറയുന്നത് അല്ലെ, ജന്മകർമ്മചമേ ദിവ്യം ഏവം അദ്ദേഹം അല്ലെ. അപ്പൊ അങ്ങനെ എന്താ പറയാ, മറ്റുള്ളവർക്ക് കൂടി ഇന്നും അങ്ങനെ ആഘോഷിക്കും ഭഗവാനെ ഓർക്കാനൊക്കെ സാധിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെ. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് അങ്ങനെ ഫാസ്റ്റിംഗ് ഒന്നും നമ്മൾ വൈഷ്ണവ കലണ്ടർ പ്രകാരം എടുക്കുന്നില്ല. അങ്ങനെ എന്താ പറയുക, ലോക്കലായിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ ഇവിടെയൊക്കെ ബാംഗ്ലൂരൊക്കെ ലോക്കൽ ആൾക്കാരൊക്കെ ആഘോഷിക്കുന്നത് ജന്മാഷ്ടമി എന്നാണ്. ഓക്കെ, അമ്പലത്തിൽ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് അപ്പോഴേ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം 1-ാം അധ്യായം 20-ാമത്തെ ശ്ലോകം. ഇത്രയും നേരം ബ്രഹ്മാവ് ഇത്രയും ഉപദേശങ്ങൾ നൽകിയിട്ട് പ്രിയവ്രത മഹാരാജാവിന് അല്ലെ, അതിനെ കുറിച്ചിട്ട് ശിവദേവ ഗോസ്വാമി പറയുന്നത്. അപ്പൊ ബ്രഹ്മാവിന്റെ ഉപദേശങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പ്രിയവ്രത മഹാരാജ് കൊള്ളുകയും ഒരു രാജ്യഭരണം ഏറ്റെടുക്കുകയും ഗൃഹസ്ഥനായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇനി വരുന്ന ഭാഗങ്ങൾ പറയുന്നത്. പരമ്പരയെ കുറിച്ചിട്ടും പ്രിയവ്രത മഹാരാജാവിന്റെ പുത്രന്മാരെ കുറിച്ചും അവരുടെ പുത്രന്മാരെ കുറിച്ചും നമുക്ക് മതജി സ്ക്രീന് കാണാലോ അല്ലെ. ഹരേ കൃഷ്ണ. ഇതും കുറച്ച് വലിയൊരു ശ്ലോകമാണ്.
കുഴപ്പമില്ല. 3 ലൈനുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമവിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോരനുശാസനാത്മനോ ലഘുദയാവനത ശിരോധരോ ബാഡം ഇതി സബഹുമാനമുവാഹ. ശ്രീശുകോവാച ഇതി സമവിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോരനുശാസനാത്മനോ ലഘുദയാവനത ശിരോധരോ ബാഡം ഇതി സബഹുമാനമുവാഹ. നമുക്ക് എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച സമവിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോരനുശാസനാത്മനോ ലഘുദയാവനത ശിരോധരോ ബാഡം ഇതി സബഹുമാനമുവാഹ. ശ്രീശുക ഉവാച ഇതി സമവിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോരനുശാസനാത്മനോ ലഘുദയാവനത ശിരോധരോ ബാഡം ഇതി സബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ വലിയൊരു ശ്ലോകമാണ്. അപ്പൊ അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് ചൊല്ലാം. ചില ആൾക്കാരൊക്കെ സാധാരണ വലിയ ശ്ലോകങ്ങളൊക്കെ വിവർത്തനം വായിക്കുന്ന പോലെ സാധാരണ വായിക്കുന്നതാണ്. അപ്പൊ ചൊല്ലുന്നത് നിങ്ങളുടെ രീതിയിൽ ചൊല്ലാം. പക്ഷെ വേർഡ് കട്ടാക്കുമ്പോൾ അത് ഇതായി പോരുത്. ഒരു വേർഡ് അവസാനിക്കുന്നിടക്കുന്ന കട്ടാക്കാം. അപ്പൊ ഒരുമിച്ച് ചൊല്ലുന്നവർക്ക് ഇതുപോലെ തന്നെ ചൊല്ലാം. ബാഡം ഇതി സബഹുമാനം. അപ്പൊ ബാഡം എന്നുള്ളത് ഒരു വേർഡും ഇതി എന്നുള്ളത് വേറെ ഒരു വേർഡുമാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ കട്ട് ചെയ്തത്. ഓക്കെ, ഒരുമിച്ച് ചൊല്ലാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചൊല്ലാം. എല്ലാവരും ഒരുമിച്ച് ചൊല്ലുമ്പോൾ അത് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ചൊല്ലിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഓരോരാളുടെ കഴിവിനനുസരിച്ച് ചൊല്ലാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഓരോരാൾ ചൊല്ലിക്കോ. മാലതി ശ്യാമദേവദാസ് മാതാജി ചൊല്ലിക്കോ. മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സരഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോരനുശാസനമാത്മനോ ലഘുദയാവനവത ശിരോധരോ ബാഢമിതി സബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ പ്രഭുജി. സ്വർണപ്രഭ മാതാജി ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോർ അനുശാസനമാത്മനോ ലഘുതയാ അവനത ശിരോധരോ ബാഢം ഇതി സബഹുമാനമുവാഹ. കൃഷ്ണ പ്രഭുജി. കൃഷ്ണ. വിജയനാഥ മാതാജി ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ശിരോരനുശാസനമാത്മനോ ലഘുദയാവനത ശിരോധരോ പാഠം ഇതി സബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പത്മകുമാരി മാതാജി ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി.
ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുകവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോരനുശാസനമാത്മനോ ലഘുതയാ വനതശിരോധരോ ബാധം ഇതി സ ബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വിജയദാസ് മാതാജി. ശരി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവത ത്രിഭുവന ഗുരോ അനുശാസനമാത്മനോ രഘുതയാ വനത ശിരോധരോ ബാഠം ഇതി സ ബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നിർമ്മല മാതാജി. ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോരനുശാസനമാത്മനോ ലഘുദയാവനത ശിരോധരോ ബാഠം ഇതി സ ബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. രാമേന്ദ്ര പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. प्रभुजे। ओम नमो भगवते वासुदेवाय। श्रीशुक उवाच इति समभिहितो महाभागवतो भगवस्त्रिभुवनगुरोरनुशासनात्मनो लघुतया वामनदशिरोधरो बाढम् इति स बहुमानमुवाह। हरे सतुजे। ഹരേ കൃഷ്ണ. രമണി മാതാജി. ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോരനുശാസനമാത്മനോ ലഘുദയാവനത ശിരോധരോ ഭടം നിധി സംബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ധനപ്രതി മാതാജി. ശരി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോരനുശാസനമാത്മനോ ലഘുതയാവനത ശിരോധരോ ബാഠം ഇതി സ ബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശാരദാ ശുഭാസന ദേവദാസ് മാതാജി. ശരി. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभुजी। ओम नमो भगवते वासुदेवाय। श्रीशुकोवाच इति समभिहितो महाभागवतो भगवतस्त्रिभुवन गुरुरनुशासनम् आत्मनो लघुदयमवनत शिरोधरो बाढम् इति स बहुमानमुवाह। हरे कृष्ण प्रभुजी। ഹരേ കൃഷ്ണ. തങ്കമണി മാതാജി. ശരി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോ അനുശാസന ആത്മനോ ലഘുതയാ വനത ശിരോധരോ ബാഢമിതി സ ബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനിത മാതാജി. ശരി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രീഭുവന ഗുരോ അനുശാസനാത്മനോ ലഘുതയാ വനത ശിരോധരോ ബാധ ഇതി സ ബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശാരദജി നമ്പൂതിരി മാതാജി. ശരി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോരനുശാസനമാത്മനോ ലഘുതയാ വനത ശിരോധരോ ബാഢമിതി സ ബഹുമാനമുവാവഹ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പങ്കജശ്രീ മാതാജി. ശരി. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതാ ശ്രീഭുവന ഗുരോരനുശാസന ആത്മനോ രഘുതയാ വനത ശിരോധരോ ബാഢം മിതി സബാഹുമാന ഉവാഹ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വസന്ത മാതാജി. ശരി.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവസ്ത്രിഭുവന ഗുരോ ഹരേ കൃഷ്ണ. എന്റെ മ്യൂട്ടായി പോയി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശോഭ മാതജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി ഭാഗവതോ ഭഗവതസ്ത്രീഭുവനോ ഗുരുരനുശാസനാത്മനോ ലഘുതയാ വനദ ശിരോധരഭാട ഇതി സ ബഹുമാന ഉവാഹ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സീതാരാമനുണ്ണി മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രീഭുവന ഗുരുരുനുശാസനമാത്മനോ ലഘുതയാ വനദശിരോധരോ ബാഠമിതി സ ബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വത്സലാവലൻ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോരനുശാസനാത്മാത്മാനോ ലഘുതയാ വനതശിരോധനരോ ബാഢ ഇതി സബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഭാരതീയ മാതാജി ചൊല്ലിക്കോളൂ. ഓം നമോ ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോമനുശാസനമാത്മന ലഘുതയാ വനതശിരോധരോ പാഠം ഇതി സ ബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാശ്രീ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോരനുശാസനമാത്മനോ ലഘുതയാ വനത ശിരോധരോ ബാഠമിതി സ ബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശോഭപ്രതി മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രീഭുവന ഗുരോരനുശാസനമാത്മനോ ലഘുതയാ വനദ ശിരോധര പാഠമിതി സഹ ബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോരനുശാസനമാത്മനോ ലഘുതയാ വനദ ശിരോധരോ ബാഢം ഇതി സ ബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്രീദേവി മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവന ഗുരോരനുശാസനമാത്മനോ ലഘുതയാ വനദ ശിരോധരോ ബാഠമിതി സ ബഹുമാനമുവാഹ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഗോവിന്ദേ പദാനുപദാർത്ഥം വിവർത്തന ഭാവം. ശ്രീശുകവാച. ശ്രീ ശുകദേവ ഗോസ്വാമി പറഞ്ഞു, ഇത് ഈ പ്രകാരം സമഭിഹിത
പൂർണ്ണമായി ഉപദേശിക്കപ്പെട്ടു. മഹാഭാഗവത മഹാഭക്തൻ, ഭഗവത മഹാശക്തനായ ബ്രഹ്മദേവന്റെ, ത്രിഭുവന ത്രിലോകങ്ങളുടെയും ഗുരു ആധ്യാത്മിക ഗുരു, അനുശാസനം ആത്മന അവന്റെ തന്നെ, ലഘുതയ അധമത്വം നിമിത്തം അവനത വീണു നമസ്കരിച്ചു. ശിരോധര അവന്റെ ശിരസ്, പാഠം ശരി ഗുരു, നിധി എന്നിങ്ങനെ സബഹുമാനം അങ്ങേയറ്റം ബഹുമാനത്തോടെ വാഹ നിവർത്തിച്ചു. പ്രവർത്തനം ഭാവാർത്ഥമേ ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ കീ ജയ്. ശ്രീ സുഖദേവ ഗോസ്വാമി തുടർന്നു. ത്രിലോകങ്ങളുടെയും ആധ്യാത്മിക ഗുരുവായ ബ്രഹ്മദേവനാൽ അപ്രകാരം പരിപൂർണമായി ഉപദേശിക്കപ്പെട്ടതിനു ശേഷം സ്വയം താഴ്ന്ന പദവിയിലായിരുന്ന പ്രിയവ്രതൻ അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ആജ്ഞ ബഹുമാനപൂർവ്വം ശിരസാവഹിച്ചു. ഭാവാർത്ഥമേ ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ കീ ജയ്. ബ്രഹ്മദേവന്റെ പൗത്രനാണ് ശ്രീ പ്രിയവ്രതൻ. അതിനാൽ സാമൂഹിക പെരുമാറ്റക്രമം അനുസരിച്ച് അവന്റെ പദവി താഴ്ന്നതാണ്. ഉന്നതന്റെ ആജ്ഞ വളരെ ബഹുമാനപൂർവ്വം പാലിക്കേണ്ടത് താഴ്ന്നവന്റെ കടമയാണ്. ആയതിനാൽ പ്രിയവ്രതൻ പെട്ടെന്ന് പറഞ്ഞു, ശരി ഭഗവാൻ, ഞാൻ അങ്ങയുടെ ആജ്ഞ നിവർത്തിക്കാം. ശരി ഭഗവൻ, ഞാൻ അങ്ങയുടെ ആജ്ഞ നിവർത്തിക്കുക. പ്രിയവ്രതനെ ഒരു മഹാഭക്തനായാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ആധ്യാത്മിക ഗുരുവിന്റെ അഥവാ പാരമ്പര്യ സമ്പ്രദായ പ്രകാരം ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞ നടപ്പാക്കേണ്ടത് ഒരു മഹാഭക്തന്റെ കർത്തവ്യമാണ്. ഭഗവത്ഗീത 4:2 വിവരിച്ചിട്ടുള്ളത് പോലെ ഏവം പരമ്പരാപ്രാപ്തം ഒരുവൻ പരമോന്നതനായ ഭഗവാന്റെ ഉപദേശങ്ങൾ ആധ്യാത്മിക ഗുരുക്കന്മാരുടെ ഗുരുശിഷ്യ പാരമ്പര്യ ശൃംഖലയിലൂടെ സ്വീകരിക്കണം. ഭഗവാന്റെ ഒരു ഭക്തൻ എല്ലായ്പ്പോഴും അവനെ ഭഗവാന്റെ സേവകന്റെ സേവകനായി സ്വയം പരിഗണിക്കുന്നു. പ്രഭുപാദ കീ ജയ്. 21ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാനഭിമനൂനാ യഥാവതുപകൽപിതാപചിതിഃ പ്രിയവ്രത നാരദോ യോരവിഷമമഭിസമീക്ഷമാണയോരാത്മ സമവസ്ഥാനമസം ക്ഷയമവ്യവഹൃതം പ്രവർത്തനയന്നഗമത്. ഭഗവാനഭിമനൂനാ യഥാവതുപകൽപിതാപചിതിഃ പ്രിയവ്രത നാരദയോരവിഷമമഭിസമീക്ഷമാണോയരാത്മ സമവസ്ഥാനമവാങ്മനസംശയമവ്യവഹൃതം പ്രവർത്തനയന്നഗമത്. ഭഗവാൻ പരമശക്തനായ ബ്രഹ്മദേവൻ മനുവിനാൽ യഥാർത്ഥം ഉപകൽപിത അഭിചിതിഃ ആരാധിക്കപ്പെടുക. പ്രിയവ്രത നാരദയോ പ്രിയവ്രതന്റെയും നാരദന്റെയും സാന്നിധ്യത്തിൽ അവിഷമം വിമുഖത കൂടാതെ അഭിസമീക്ഷമാനയോ നോക്കുക. ആത്മസം അവന്റെ പദവിക്ക് അനുയോജ്യമായ അവസ്ഥാനം അവന്റെ ഭവനത്തിലേക്ക് അവാഗ്മനസം മനസ്സിനും വാക്കിനും വിവരിക്കുവാൻ കഴിയാത്തത്ര ഉയരത്തിൽ ക്ഷയം ഗ്രഹം അവ്യവഹൃതം അനന്തര സാധാരണമായി സ്ഥിതി ചെയ്തു. പ്രിയ പ്രവർത്തയൻ അകന്നു പോവുക. ആഗമത് തിരികെ വന്നു. വിവർത്തനം ഭാവാർത്ഥമേ ശ്രീ ഭക്തി വേദാന്ത സ്വാമി. ബ്രഹ്മദേവൻ അനന്തരം മനുവിനാൽ അവനാവും വിധം ശ്രേഷ്ഠമായി ആദരിക്കപ്പെട്ടു. പ്രിയവ്രതനും നാരദനും നീരസത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാതെ ബ്രഹ്മാവിനെ വീക്ഷിച്ചു. അങ്ങനെ പ്രിയവ്രതനെ അവന്റെ പിതാവിന്റെ അഭ്യർത്ഥന പ്രകാരം പ്രതിജ്ഞാബദ്ധനാക്കിയ ശേഷം ബ്രഹ്മദേവൻ ലൗകിക മനസ്സിനും വാക്കുകൾക്കും വിവരണാതീതമായ സ്വന്തം ഭവനത്തിലേക്ക് സത്യലോകത്തിലേക്ക് മടങ്ങി. ഭാവാർത്ഥമേ ശ്രീ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദിച്ചു. ലോകഭരണത്തിന്റെ ഉത്തരവാദിത്വം ഏൽക്കാൻ തന്റെ പുത്രൻ പ്രിയവ്രതനെ ബ്രഹ്മദേവൻ സ്വാധീനിച്ച് സമ്മതിപ്പിച്ചതിൽ മനു തീർച്ചയായിട്ടും വളരെ സംതൃപ്തനായിരുന്നു. നാരദനും വളരെ സംതൃപ്തനായിരുന്നു. ബ്രഹ്മചാരിയായി തുടരാനുള്ള പ്രതിജ്ഞ ലംഘിച്ച് ലോകഭരണത്തിന്റെ ചുമതല ഏറ്റെടുക്കുവാനും ഭക്തിയുത സേവനത്തിൽ സമ്പൂർണമായി മുഴുകാനും പ്രിയവ്രതനിൽ ബ്രഹ്മദേവൻ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അവനും നാരദനും അദ്ദേഹത്തെ നീരസത്തോടെ വീക്ഷിച്ചില്ല. പ്രിയവ്രതനെ തന്റെ ശിഷ്യനാക്കാനുള്ള ഫലം ശ്രമിക്കാത്തതിൽ നാരദന് നിരാശയോ ദുഃഖമോ തോന്നിയില്ല.
ബ്രഹ്മദേവനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അറിവുള്ള ഉന്നത വ്യക്തിത്വങ്ങളായിരുന്നു നാരദനും പ്രിയവ്രതനും. അതുകൊണ്ട് ബ്രഹ്മദേവനെ മുഷിച്ചിലോടെ വീക്ഷിക്കുന്നതിന് പകരം അവർ അദ്ദേഹത്തിന് വികാരത്തോടെ തങ്ങളുടെ ആദരവുകൾ അർപ്പിച്ചു. ബ്രഹ്മാവ് അനന്തരം വാക്കുകളാൽ വർണ്ണനാതീതവും മനസ്സിനാൽ അപ്രാപ്യവും എന്ന് ഇവിടെ വിവരിച്ചിട്ടുള്ള സത്യലോകം എന്നറിയപ്പെടുന്ന അതിദിവ്യമായ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി. ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തോളം തന്നെ പ്രാധാന്യമുള്ള സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിയെന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മദേവൻ ആ ലോകത്തിന്റെ സൃഷ്ടാവും അതിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയുമാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലം ഭഗവത്ഗീത 8:17 വ്യക്തമാക്കിയിട്ടുണ്ട്. സഹസ്രയുഗ പര്യന്തം മഹ്യത് ബ്രഹ്മണോ വിദുഹു. 4 യുഗങ്ങളുടെ മൊത്തം കാലയളവ് 43 ലക്ഷം വർഷങ്ങളാണ്. അത് 1000 തവണ ഇരട്ടിക്കുമ്പോൾ ബ്രഹ്മാവിന്റെ 12 മണിക്കൂറിന് തുല്യമാവും. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 12 മണിക്കൂർ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ആ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ മുഴുവൻ ആയുഷ്കാലമായ 100 വർഷം നമ്മൾ എങ്ങനെ ചിട്ടപ്പെടുത്തും? എങ്ങനെ നാം അദ്ദേഹത്തിന്റെ ഭവനത്തെ പറ്റി മനസ്സിലാക്കും? സത്യലോകത്തിൽ ജനന മരണങ്ങൾക്കും വാർദ്ധക്യവും രോഗവുമില്ലെന്ന് വൈദിക സാഹിത്യങ്ങൾ വിവരിക്കും. മറ്റു വാക്കുകളിൽ സത്യലോകം ബ്രഹ്മലോകത്തോട് തൊട്ടടുത്ത് അഥവാ ബ്രഹ്മജ്യോതിസിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അത് മിക്കവാറും വൈകുണ്ഠ ലോകത്തോളം തന്നെ ശ്രേഷ്ഠമാണ്. ബ്രഹ്മദേവന്റെ ഭവനത്തെ പറ്റി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വിവരിക്കുക പ്രായോഗികമായി അസാധ്യമാണ്. അതുകൊണ്ട് അത് നമ്മുടെ വാക്കുകൾക്കും മനസ്സിന്റെ ഭാവനയ്ക്കും അതീതമാണെന്ന് അവാൻ മനസ്സ് ഗോചര എന്നിവിടെ വിവരിച്ചിരിക്കുന്നു. ബ്രഹ്മദേവന്റെ ഭവനത്തെ വൈദിക സാഹിത്യങ്ങൾ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു. യദ്വൈ പരാദ്യം തത് ഉപാരമേഷ്ട്യം നയത്ര ശോകോ നജരാന മൃത്യുർ നചോദ്യഭ. അനേക കോടി വർഷങ്ങളുടെ ദുരിതത്തിൽ സ്ഥിതി ചെയ്യുന്ന അനേക കോടി വർഷങ്ങളുടെ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന സത്യലോകത്തിൽ ദുഃഖമില്ല, അവിടെ വാർദ്ധക്യമില്ല, മരണമോ ദ്വേഗമോ ശത്രുശല്യമോ ഇല്ല. അനേക കോടി വർഷങ്ങളുടെ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന സത്യലോകത്തിൽ ദുഃഖമില്ല, അവിടെ വാർദ്ധക്യമില്ല, മരണമോ ഉദ്വേഗമോ ശത്രുശല്യമോ ഇല്ല. ധാരാളം കാലയളവുണ്ട് ബ്രഹ്മലോകത്തിന്റെ ദൈർഘ്യം എന്നത്, അല്ലെ? ഇവിടുത്തെ ഭൂമിയിലെ ഒരു വർഷം പോലെയല്ല, അല്ലെ? 100 വർഷം പോലെ. അത് കോടാനുകോടി വർഷങ്ങളാണെന്നത്. ബ്രഹ്മാവിന്റെ 100 വർഷം എന്ന് പറയുന്നത് അത്രയും വലിയ സമയദൈർഘ്യമാണ്, അല്ലെ? നേരത്തെ നമ്മൾ പഠിച്ചു ഓരോരോ ഗ്രഹങ്ങളിലും ആയുർദൈർഘ്യം കൂടുതലാണ് എന്നുള്ള കാര്യങ്ങൾ. നമ്മുടെ ഭൂമിയിൽ എന്താണ് കുറഞ്ഞു വരുന്ന ആയുർദൈർഘ്യം, അല്ലെ? എന്നാൽ മറ്റുള്ള ലോകങ്ങളിലൊക്കെ വളരെ കൂടുതൽ കാലം ആൾക്കാർക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. 22ാമത്തെ ശ്ലോകം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. മനോരഭിപരേണൈവം പ്രതിസന്ധിത മനോരഥഃ സുരർഷീവരാനുമതേനാത്മച മഖിലധരാമണ്ഡലസ്ഥിതി ഗുപ്തയാ ആസ്ഥാപ്യ സ്വയമതിവിഷമ വിഷയ വിഷജലാശയാശായ ഉപരരാമ. മനുരഭിപരേണൈവം പ്രതിസന്ധിത മനോരഥഃ സുരർഷീവരാനുമതേനാത്മജമഖിലധരാമണ്ഡലസ്ഥിതി ഗുപ്തയാ ആസ്ഥാപ്യ സ്വയമതിവിഷമ വിഷയ വിഷജലാശയാശായ ഉപരരാമ. വിവർത്തനം ഭാവാർത്ഥമേശ ഭക്തിവേദാന്ത സാംസ്കൃത പ്രഭുപാദ്. സ്വയംഭൂ മനു അപ്രകാരം ബ്രഹ്മദേവന്റെ സഹായത്തോടെ തന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു. നാരദ മഹർഷിയുടെ അനുവാദത്തോടെ മനു തന്റെ പുത്രനെ സർവ്വലോകങ്ങളുടെയും പരിപാലനത്തിന്റെയും പരിരക്ഷയുടെയും ഭരണ ചുമതല ഏൽപ്പിച്ചു കൊടുത്തു. അപ്രകാരം അവൻ അത്യന്തം ആപൽക്കരവും വിഷം നിറഞ്ഞതുമായ ഭൗതിക കാമങ്ങളുടെ സമുദ്രത്തിൽ നിന്നും കരകയറി.
നാരദനെ പോലെ ഒരു മഹാവ്യക്തിത്വം തന്റെ പുത്രൻ പ്രിയവ്രതനെ ഗൃഹസ്ഥ ജീവിതം സ്വീകരിക്കരുതെന്ന് ഉപദേശിച്ചിരുന്നതിനാൽ സ്വയംഭൂ മനു പ്രായോഗികമായി പ്രതീക്ഷയറ്റ നിലയിലായിരുന്നു. അപ്പോൾ ബ്രഹ്മദേവൻ ഇടപെട്ട് തന്റെ പുത്രനെ സ്വാധീനിച്ച് ലോകഭരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ സമ്മതിപ്പിച്ചതിനാൽ അദ്ദേഹം സന്തുഷ്ടനായി. വൈവസ്വത മനു സൂര്യദേവന്റെ പുത്രനായിരുന്നുവെന്നും അവന്റെ പുത്രൻ ഇക്ഷാകു മഹാരാജാവ് ഈ ഭൂമി ഭരിച്ചെന്നും ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് അറിവ് ലഭിച്ചു. സ്വയംഭൂ മനു പക്ഷെ ഏതു വിധത്തിലായിരുന്നാലും ഈ ലോകത്തിന്റെ മുഴുവൻ ഭരണ ചുമതലയുള്ളവനായിരുന്നെന്നും അവൻ തന്റെ പുത്രൻ പ്രിയവ്രതനെ സർവഗ്രഹ സംവിധാനത്തിന്റെയും സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്ത ഭാരം ഏൽപ്പിച്ചതായും ഇവിടെ കാണും. ധരാമണ്ഡല എന്നാൽ ഗ്രഹം എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് ഈ ഭൂമി ധരാമണ്ഡലം എന്ന് വിളിക്കുന്നു. അഖില എന്നാൽ എല്ലാം അല്ലെങ്കിൽ വിശ്വം എന്നാണ് അർത്ഥം. അതുകൊണ്ട് പ്രിയവ്രത മഹാരാജാവ് എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കുവാൻ വിഷമമാണ്. പക്ഷേ പ്രിയവ്രതന്റെ പദവി തീർച്ചയായും വൈവസ്വത മനുവിൻ്റെതിൽ നിന്നും മഹത്തായിരുന്നു എന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടെന്നാൽ അവനിൽ ഭാരമേൽപ്പിക്കപ്പെട്ടത് വിശ്വപ്രപഞ്ചത്തിലെ സമഗ്ര ഗ്രഹ സംവിധാനങ്ങളുടെയും ചുമതലയാണ്. സ്വയംഭൂ മനു ലോകത്തിന്റെ മുഴുവൻ ഗ്രഹ സംവിധാനങ്ങളുടെയും ഭരണസാരഥ്യം സ്വമേധയാ ത്യജിക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തി എന്നതാണ് അർത്ഥവത്തായ മറ്റൊരു പ്രസ്താവന. സർക്കാരിന്റെ ചുമതല ഏറ്റെടുക്കുവാൻ വർദ്ധിച്ച ആകാംക്ഷയുള്ളവരാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർ. ഉന്നത പദവികൾ എത്തുന്നതിന് ജനങ്ങളുടെ വോട്ട് സ്വരൂപിക്കുവാൻ അവർ അവരുടെ ആളുകളെ വ്യാപൃതരാക്കും. നേരെ മറിച്ച് ലോകത്തിന്റെ ചക്രവർത്തി പദം സ്വീകരിക്കുവാൻ പ്രിയവ്രത മഹാരാജാവിനെ ബ്രഹ്മദേവൻ സ്വാധീനിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. അതുപോലെ സ്വയംഭൂ മനു ലോകഭരണം സ്വയം ത്യജിച്ച് പ്രിയവ്രതനെ ഭാരമേൽപ്പിച്ചതിൽ ആശ്വസിക്കുന്നതും ഇവിടെ കാണും. വൈദിക കാലത്തെ രാജാക്കന്മാരും ഭരണനിർവഹണത്തിന്റെ മേലധികാരികളും തങ്ങളുടെ പദവികൾ സ്വീകരിച്ചിരുന്നത് ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി ആയിരുന്നില്ലെന്ന് ഇത് തെളിയിക്കുന്നു. രാജർഷികൾ എന്ന് അറിയപ്പെടുന്ന അത്തരം ഉന്നതരായ രാജാക്കന്മാർ രാജ്യത്തിന്റെ സംരക്ഷണത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും മാത്രമായിരുന്നു ഭരണം നിർവഹിച്ചത്. ശ്രേഷ്ഠരും ഉത്തരവാദിത്വമുള്ളവരുമായിരുന്ന ചക്രവർത്തിമാർ സ്വാർത്ഥതാരഹിതമായും ഭൗതികാസക്തികളാൽ കളങ്കപ്പെടാതെയും സ്വയം സൂക്ഷിച്ചും അകന്നും നിന്ന് എങ്ങനെയാണ് ഭരണം നിർവഹിച്ചിരുന്നത് സ്വയംഭൂ മനുവിന്റെയും പ്രിയവ്രതന്റെയും ചരിത്രങ്ങൾ തെളിയിക്കും. ഭൗതിക കാര്യങ്ങളെ ഇവിടെ വിശ്വസമുദ്രത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ശ്രീ നരോത്തമദാസ് ഠാക്കൂർ തന്റെ ഗാനങ്ങളിലൊന്നിൽ അവയെ ഈ രീതിയിൽ വിവരിച്ചിരിക്കുന്നു. സംസാര വിഷാനലെ ദിവാനിശിഹിയ ജലെ ജുഡായി തേനാക്കയിനു ഉപായി. എന്റെ ഹൃദയം ഭൗതികാസ്തിന്റെ അഗ്നിയിൽ സദാ പൊള്ളുന്നു. അതിൽ നിന്നും പുറത്തു കടക്കാൻ ഞാൻ ഒരു ഉപാധിയും കാണുന്നില്ല. ഗോലോകേര പ്രേമധന ഹരിനാമ സങ്കീർത്തന രതിന ജന്മിലക്കനെ തായ. ആധ്യാത്മിക ലോകമായ ഗോലോക വൃന്ദാനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഹരിനാമ സങ്കീർത്തനം, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ഒന്നു മാത്രമാണ് പരിഹാരം. അതിനോട് ആകർഷണമില്ലാത്ത ഞാൻ എത്ര നിർഭാഗ്യവാനാണ്. മനുവിനെ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ശരണം തേടണമായിരുന്നു. അതിനാൽ പുത്രൻ പ്രിയവ്രതൻ ലോകകാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റപ്പോൾ അവന് വളരെ ആശ്വാസമായി. വൈദിക സംസ്കാരത്തിന്റെ സമ്പ്രദായം അതാണ്. ജീവിതാന്ത്യത്തിൽ ഒരുവൻ സ്വയം ലോകകാര്യങ്ങളിൽ നിന്നും വിടുതൽ നേടുകയും ഭഗവത് സേവനത്തിൽ പരിപൂർണമായി മുഴുകുകയും ചെയ്യും. സുരക്ഷി വരാനുമേദന എന്ന വാക്കും അർത്ഥവത്താണ്. മനു നാരദ മഹാമുനിയുടെ അനുമതിയോടെയാണ് പുത്രനെ ഭരണമേൽപ്പിച്ചത് പ്രത്യേകം സൂചിപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പ്രിയവ്രതൻ ഭൗതിക കാര്യങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകണമെന്നായിരുന്നു നാരദന്റെ ആഗ്രഹമെങ്കിലും ബ്രഹ്മദേവന്റെയും മനുവിന്റെയും അഭ്യർത്ഥന പ്രകാരം അവൻ ലോകഭരണത്തിന്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ നാരദനും വളരെ സന്തുഷ്ടനായിരുന്നു. ജയ. 23ാമത്തെ ശ്ലോകം നോക്കാം. എല്ലാം കുറച്ച് വലിയ ശ്ലോകങ്ങൾ തന്നെയാണ് എഴുതുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ ഇതിഹവാവസ ജഗദീപതീരീശ്വരേച്ഛയാ അതിനിവേശിത കർമാധികാരോ അഖില ജഗദ്ബന്ധ ധ്വംസന പരാനുഭാവസ്യ
ഭഗവതാദി പുരുഷസ്യാംഗ്രീകളാൻ നവരതധ്യാനുഭാവേന പരിരന്ധിത കഷായാശയോ അവതാദോപി മാനവർദ്ധനോ മഹതാം മഹീതലമനുശാസ്രാസ ഇതിഹവാവ സ ജഗദീപതീരീശ്വരേച്ഛയാദിനിവേശിത കർമാധികാരോ കില ജഗദ്ബന്ധനധ്വംസന പരാനുഭാവസ്യ ഭഗവതാദി പുരുഷാസാംഗ്രിയുഗളാനവരതധ്യാനാനുഭാവേന പരിരന്ധിത കഷായാശയോ അവതാദോപി മാനവർദ്ധനോ മഹതാം മഹീതല മനുഷ്യശാസ. പ്രിയവ്രതൻ പരമദിവ്യോത്ത പുരുഷനായ ഭഗവാന്റെ ആജ്ഞ പാലിച്ച് ലോകകാര്യങ്ങളിൽ പൂർണ്ണമായും ഒഴുകി. എങ്കിലും അവൻ എല്ലാ ഭൗതികാകർഷണങ്ങളിൽ നിന്നും ഉള്ള മോചന കാരണമായ ഭഗവാന്റെ പങ്കജപാദങ്ങളെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നു. പ്രിയവ്രത മഹാരാജാവ് എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പരിപൂർണ മുക്തനായിരുന്നെങ്കിലും അവൻ തന്റെ മേലധികാരികളുടെ ആജ്ഞകളെ ആദരിക്കുന്നതിനെ ഭൗതിക ലോകം ഭരിച്ചു. മാനവർദ്ധനവും മഹതാം, മേലധികാരികളോട് ബഹുമാനം പ്രകടിപ്പിക്കുന്നതിന് എന്നീ വാക്കുകൾ വളരെ സാരഗർഭമാണ്. പ്രിയവ്രത മഹാരാജാവ് നേരത്തെ തന്നെ മുക്തനായിരുന്നെങ്കിലും അവൻ ബ്രഹ്മദേവനോട് ബഹുമാനം പ്രകടിപ്പിക്കുന്നതിന് ഭരണപരമായ കാര്യങ്ങളിൽ പൂർണ്ണമായി സ്വയം ഒഴുകി. അർജുനനും ഈ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അർജുനന് രാഷ്ട്രീയ കാര്യങ്ങളിലോ കുരുക്ഷേത്ര യുദ്ധത്തിലോ പങ്കെടുക്കുവാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യാൻ പരമോന്നതനായ ഭഗവാൻ കൃഷ്ണൻ ആജ്ഞാപിച്ചപ്പോൾ അവൻ തന്റെ കർത്തവ്യങ്ങൾ വളരെ ഹൃദ്യമായി നിർവഹിച്ചു. പരമോന്നതനായ ഭഗവാന്റെ പദാരവിന്ദങ്ങളെ പറ്റി സർവദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ എല്ലാ ഭൗതിക മാലിന്യങ്ങൾക്കും ഉപരിയിലാണ്. ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ യോഗിനാമഭി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്താ തമോ മദഃ. ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും അതീന്ദ്രിയ പ്രേമസേവനത്തോടെ എന്നെ ആരാധിക്കുകയും യോഗത്തിൽ എന്നോട് ഏറ്റവും ഏകോപിക്കപ്പെട്ടവനുമാണ് എല്ലാ യോഗികളിലും വെച്ചിട്ട് അത്യുത്തമൻ എന്ന് ഭഗവത്ഗീത 6:47 പറയുന്നു. പ്രിയവ്രത മഹാരാജാവ് ആയതിനാൽ മുക്തനായ വ്യക്തിയും യോഗികളിൽ അത്യുത്തമനുമായിരുന്നു. എന്നിട്ടും അവൻ ബ്രഹ്മദേവന്റെ ആജ്ഞ മാനിച്ച് ഉപരിപ്ലവമായി ലോകത്തിന്റെ ചക്രവർത്തിയായി. തന്റെ ഉന്നതാധികാരിയോടുള്ള പ്രിയവ്രതന്റെ ഈ ബഹുമാന പ്രകടനവും അവന്റെ അനന്തര സാധാരണങ്ങളായ യോഗ്യതകളിലൊന്നായി ശ്രീമദ് ഭാഗവതം 6:17-28 പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ നാരായണ പരാ സർവേന കുദശന ബിഭ്യതി സ്വർഗ അപവർഗ നരകേഷു അഭി തുല്യാർത്ഥ ദർശന. ശ്രീമദ് ഭാഗവത്തിലെ മഹാദേവൻ പറയുന്നതാണ് നാരായണ പരാ സർവേന കുദശന ബിഭ്യതി സ്വർഗ അപവർഗ നരകേഷു അഭി തുല്യാർത്ഥ ദർശന. ചിത്രകേതു മഹാരാജാവിനെ പാർവതി ദേവി ശപിക്കുകയുണ്ട്. ചിത്രകേതു മഹാരാജാവ് ആകാശമാർഗം സഞ്ചരിക്കുമ്പോഴെന്താണ് മഹാദേവൻ പാർവതി ദേവിയെ അവിടെ തുടയിലിരുത്തിയിട്ട് മഹാഋഷിമാർക്കൊക്കെ വൈരാഗ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ചിത്രകേതു ഉള്ളിന്റെ ഉള്ളില് മഹാദേവനെ കുറിച്ച് പാർവതിയെ കുറിച്ച് എന്തോ ചിന്തിച്ചുകൊണ്ട് മന്ദഹസിക്കുകയും എന്തോ മഹാദേവനോട് എന്തോ തമാശ രൂപേണ പറയുകയും ചെയ്തു. ഇതാണ് വലിയ വൈരാഗ്യത്തെ കുറിച്ച് പറയുന്നു. എന്നാൽ മഹാദേവന്റെ അടുത്ത് തന്നെ തുടയിലായിരിക്കുന്നു പാർവതി ദേവി ഇരിക്കുന്നത്. ഇത് പാർവതി ദേവിക്ക് വളരെയേറെ കോപമുണ്ടാക്കി. എന്നാൽ മഹാദേവന് ഇതൊരു തമാശയായിട്ട് എടുക്കുകയും പാർവതി ദേവി അദ്ദേഹത്തെ ശപിക്കുകയുണ്ടായി. നീ ഒരു അസുരനായി മാറട്ടെ. ചിത്രകേതു മഹാരാജാവ് അങ്ങനെ പുത്രാസുരനായിട്ട് പിന്നീട് ജനിച്ചു. ചിത്രകേതു മഹാരാജാവ് ഇത് കേട്ടിട്ട് കോപമൊന്നും ഉണ്ടായില്ല. പാർവതി ദേവിയെ പ്രണമിച്ചുകൊണ്ട് പറയുന്നു, നന്ദി മാതാവേ, അതെ ശപിച്ചതിൽ താങ്ക്സ് പറയും. അപ്പോഴാണ് ശിവൻ പറയുന്നത്, പാർവതി നീയാണ് തോറ്റത്. ഭഗവാന്റെ ഒരു ഭക്തനെ സ്വർഗമായാലും നരകമായാലും എവിടെ പോയാലും അവന് തുല്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. അവനെ യാതൊരു വേർതിരിവുമില്ലാതെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവന് സ്വർഗമോ നരകമോ എന്നുള്ള വ്യത്യാസമില്ലായിരുന്നു. നാരായണ പരാസർവീന കുദശന വിദ്യതി സ്വർഗാപവർഗ നരകേഷു അഭി തുല്യാർത്ഥ ദർശന. യഥാർത്ഥത്തിൽ പുരോഗതി പ്രാപിച്ച ഒരു ഭക്തന് ഒന്നിനെയും ഭയപ്പെടുന്നില്ല. കാരണം
പരമദിവ്യോത്ത പുരുഷനായ ഭഗവാന്റെ ആജ്ഞ നടപ്പാക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് അവന്. പ്രിയവ്രതൻ മുക്തനായ വ്യക്തിയായിരുന്നിട്ടും ലോകകാര്യങ്ങളിൽ മുഴുകിയതിനുള്ള ശരിയായ വിശദീകരണം ഇതാണ്. ഒരു മഹാഭാഗവതനി ഭൗതിക ലോകത്തിൽ ഒന്നും ചെയ്യാനില്ലെങ്കിലും അവൻ ഭക്തിത സേവനത്തിന്റെ ഈ രണ്ടാം തലത്തിലേക്ക് വന്ന് ഭഗവാന്റെ മഹിമകൾ ലോകം മുഴുവൻ പ്രചരണം ചെയ്യുന്നതും ഈ തത്വത്താൽ മാത്രമാണ്. അപ്പൊ ഈ ഒരു ശ്ലോകം കൂടി നോക്കാം. 24. ഓം നമോ ഭഗവതേ വാസുദേവായ അതച്ചാദുഹിതരം പ്രജാപതിർ വിശ്വകർമ്മണ ഉപേയമേ വർഷിഷ്മതീം നാമ തസ്യാമുഖ ഭാവ ആത്മജനാത്മ സമാനശീല ഗുണകർമ്മരൂപവീര്യോദാരൻ ദശാ ഭാവയാം ബഭുവകന്യാം ച യവീയസി മൂർച്ഛസ്വതീം നാമ അഥജദുഹിതരം പ്രജാപതിർ വിശ്വകർമ്മണ ഉപേയമേ വർഹിഷ്മതീം നാമ തസ്യാമുഖ ഭാവാത്മജനാത്മസമാനശീല ഗുണകർമ്മരൂപവീര്യോദരൻ ദശഭാവയാം ഭുവകന്യാം ച യവീയസി മൂർജസ്വതീം നാമ. അതാ അനന്തരം ഇനി അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ചും മക്കളെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അതാനന്തരം ചാവും ദുഹിതരം പുത്രി പ്രജാപതി ജനസംഖ്യ വർദ്ധിപ്പിക്കുവാൻ ഭാരമേൽപ്പിക്കപ്പെട്ട പ്രജേതാക്കളിൽ ഒരുവന്റെ വിശ്വകർമ്മണ വിശ്വകർമാവെന്ന് പേരുള്ള പേയമേ വിവാഹം ചെയ്തു. ബർഹിഷ്മതിയും ബർഹിഷ്മതി എന്ന നാമ പേരുള്ള തസ്യാം അവളിൽ ഊഹ അത് വിഖ്യാതമാകിയാൽ ഭാവ അത്ഭുതകരം ആത്മജാൻ പുത്രന്മാർ ആത്മസമാന ശരിക്കും അവന് സമാനനായ ശീല സ്വഭാവം ഗുണയോഗ്യത കർമ്മങ്ങൾ രൂപ സൗന്ദര്യം വീര്യ ശൗരം ഉദാരൻ ആരുടെ മഹാമനസ്കത ദശ 10 ഭാവായാം ബഭൂവ അവൻ ജന്മം നൽകി കന്യാം പുത്രി ചാവും യവീയസിയും എല്ലാവരിലും ഇളയ ഊർജസ്വതി നാമ പേരുള്ള നിർത്തനം ഭാവാർത്ഥം അനന്തരം പ്രിയവ്രത മഹാരാജാവ് വിശ്വകർമാവെന്ന് പേരുള്ള പ്രജാപതിയുടെ പുത്രി ബർഹിഷ്മതിയെ വിവാഹം ചെയ്തു. അവളിൽ അവൻ സൗന്ദര്യം സ്വഭാവം ഉദാരത തുടങ്ങിയ യോഗ്യതകളിൽ തനിക്ക് സമാനരായ 10 പുത്രന്മാരെ ജനിപ്പിച്ചു. എല്ലാവരിലും ഇളയവളായ ഊർജസ്വതി എന്നൊരു പുത്രിയും ജനിച്ചു. എന്താണ് പ്രിയവ്രത മഹാരാജാവിന്റെ കുടുംബത്തെ കുറിച്ച് പറയുന്നത് അല്ലെ? വിശ്വകർമാവ് എന്ന പേരുള്ള പ്രജാപതിയുടെ മകളായിട്ടുള്ള ബർഹിഷ്മതിയെ വിവാഹം ചെയ്തു. അവർക്ക് അവരിൽ 10 പുത്രന്മാരുണ്ടായി, പിന്നീട് ഒരു പുത്രിയും ഉണ്ടായി എന്ന്. भावार्थ में शिवक वेदांत स्वामी श्रील प्रभुपाद की जय. പ്രിയവ്രത മഹാരാജാവ് രാജ്യഭരണ നിർവഹണത്തിലൂടെ ബ്രഹ്മാവിന്റെ ആത്മനിവർത്തിക്കും മാത്രമല്ല പ്രജാപതിമാരിൽ ഒരുവനായ വിശ്വകർമാവിന്റെ പുത്രി ബർഹിഷ്മതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അതീന്ദ്രിയജ്ഞാനത്തിൽ പരിപൂർണ പരിശീലനം ഉണ്ടായിരുന്നതിനാൽ കുടുംബത്തിലേക്ക് മടങ്ങിച്ചെന്ന പ്രിയവ്രതൻ ബ്രഹ്മചാരിയായി ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ ഒരു പത്നിയെയും സ്വീകരിക്കുകയായിരുന്നു. ഒരുവൻ ഗൃഹസ്ഥ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ക്രമത്തിൽ അത് പൂർണ്ണമായിരിക്കണം എന്നതാണ് തത്വം. അവൻ പത്നിയോടും സന്താനങ്ങളോടുമൊത്ത് ഗൃഹത്തിൽ സമാധാനപൂർവ്വം ജീവിക്കണമെന്നർത്ഥം. ചൈതന്യ മഹാപ്രഭുവിന്റെ ആദ്യ പത്നി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തോട് വീണ്ടും വിവാഹിതനാകാൻ അഭ്യർത്ഥിച്ചു. അദ്ദേഹം 24-ാം വയസ്സിൽ സന്യാസം സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുമ്പോഴായിരുന്നു മാതാവിന്റെ അഭ്യർത്ഥന. എങ്കിലും മാതാവിനെ ഇച്ഛാഭംഗപ്പെടുത്താതെ വിവാഹിതനായ മഹാപ്രഭു മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു പത്നിയെ വേണം. കാരണം ഗൃഹസ്ഥ ജീവിതം എന്നാൽ വെറുതെ ഒരു ഗൃഹത്തിൽ താമസിക്കുക എന്നല്ല അർത്ഥം. ഒരു ഗൃഹത്തിൽ ഒരു പത്നിയോടൊത്ത് ജീവിക്കുക എന്നതാണ് യഥാർത്ഥ ഗൃഹസ്ഥ ജീവിതം. ഈ ശ്ലോകത്തിലെ 3 വാക്കുകൾ ഊഹ വാവ എന്നിവ വളരെ അർത്ഥവത്താണ്. അത്ഭുതം പ്രകടിപ്പിക്കുന്നതിനാണ് ഈ വാക്കുകൾ ഉപയോഗിക്കാറുള്ളത്. പ്രിയവ്രത മഹാരാജാവ് ഒരു പരിത്യാഗ പ്രതിജ്ഞയെടുത്തിരുന്നു. പക്ഷെ ഒരു പത്നിയെ സ്വീകരിക്കുന്നതും സന്താനങ്ങൾക്ക് ജന്മം നൽകുന്നതും പരിത്യാഗത്തിന്റെ പാതയിൽ പറഞ്ഞിട്ടുള്ളതല്ല. ഇവ ആസ്വാദനത്തിന്റെ പാതയിലെ കർമ്മങ്ങളാണ്. അതുകൊണ്ട് പരിത്യാഗത്തിന്റെ പാത പിന്തുടർന്ന പ്രിയവ്രത മഹാരാജാവ് ഇപ്പോൾ ആസ്വാദനത്തിന്റെ പാത സ്വീകരിച്ചത് മഹാ അത്ഭുതം തന്നെയാണ്. ചില സമയങ്ങളിൽ നമ്മൾ വിമർശിക്കപ്പെടാറുണ്ട്. ഞാനൊരു സന്യാസിയാണെങ്കിലും, ശ്രീല പ്രഭുപാദര് പറയുന്നതാണ് സ്വന്തം അനുഭവങ്ങൾ. ഞാനൊരു സന്യാസിയാണെങ്കിലും എന്റെ ശിഷ്യന്മാരുടെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായും വിശദീകരിക്കപ്പെടുന്നു.
മനുഷ്യ സമൂഹത്തിൽ മാതൃകാ വിവാഹങ്ങൾ നിലനിൽക്കുന്നതിനാൽ എങ്ങനെ തന്നെയായാലും കൃഷ്ണാബോധ പ്രസ്ഥാനം ആരംഭിച്ചത് മുതൽ ശരിയായ രീതിയിൽ ഒരു മാതൃകാ സമൂഹം സ്ഥാപിക്കുന്നതിന് ഞങ്ങളുടെ ചില അംഗങ്ങളുടെ വിവാഹങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഞങ്ങൾ വൈരാഗ്യത്തിന്റെ പാത സ്വീകരിച്ചവരാണെങ്കിൽ പോലും ദൈവവർണ്ണാശ്രമത്തിന്റെ 4 സാമൂഹിക ക്രമങ്ങളുടെയും 4 ആധ്യാത്മിക ക്രമങ്ങളുടെയും അതീന്ദ്രിയ സമ്പ്രദായം സംസ്ഥാപനത്തിൽ താല്പര്യമില്ലാത്ത വ്യക്തികളെ ഇത് അമ്പരിപ്പിച്ചേക്കാം. ചില ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എന്തായാലും ദൈവവർണ്ണാശ്രമം പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ചു. ദൈവവർണ്ണാശ്രമത്തിൽ സാമൂഹിക പദവി നിർണ്ണയിക്കുന്നതിന് ജന്മാവകാശം അംഗീകരിക്കുവാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അത് നിർണ്ണയിക്കുന്നതിനുള്ള പരിഗണന ഒരുവന്റെ യോഗ്യതകൾക്കും കർമ്മത്തിനുമാണെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണാബോധത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സമൂഹം നിലനിൽക്കുന്നതിന് ലോകത്തിലുടനീളം സ്ഥാപിക്കേണ്ടത് ഈ ദൈവവർണ്ണാശ്രമമാണ്. വിഡ്ഢികളായ വിമർശകരെ ഇത് അമ്പരപ്പിച്ചേക്കാം. പക്ഷെ കൃഷ്ണാബോധ സമിതിയുടെ ധർമ്മങ്ങളിലൊന്ന് ഇതാണ്. നാരായണ നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവി സരസ്വതി വ്യാസം തതോ ജയമുദിരേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ മോഹം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനധാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാരി കൃഷ്ണായ കൃഷ്ണഭക്തായ ഭക്തായ പ്രഭുപാദ് की जय. गुरुराज की जय. हरे 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 कृष्ण. നേരത്തെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ബ്രഹ്മാവ് പ്രിയവ്രത മഹാരാജാവ് തപസ് ചെയ്യുന്നിടത്തേക്ക് വരികയും ഗന്ധമാദന പർവ്വതത്തിൽ വരികയും അവിടെ വെച്ചിട്ട് പ്രിയവ്രത മഹാരാജാവിന് ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. ആ ശ്ലോകങ്ങളാണ് നമ്മൾ 19 വരെയുള്ള ശ്ലോകങ്ങളിൽ പഠിച്ചിട്ടുള്ളത് അല്ലെ. 9 ശ്ലോകങ്ങളിലൂടെ 11 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിലെ ബ്രഹ്മാവിന്റെ ഉപദേശങ്ങളാണ് അല്ലെ. അതിൽ പ്രഭുപാദർ പറയുന്നു ഈ ഉപദേശങ്ങളൊക്കെ എന്താണ്, നമുക്ക് ഭക്തിയുത സേവനങ്ങളിൽ പുരോഗമിക്കുവാനായിട്ടുള്ളതായിട്ടുള്ള ഉപദേശങ്ങളാണ് അല്ലെ. നമ്മളും ഒരു എങ്ങനെയാണോ പ്രിയവ്രത മഹാരാജാവ് ബ്രഹ്മാവിന്റെ ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ നമ്മളും ഭഗവാന്റെ നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ ഭഗവാന്റെ ആജ്ഞകൾ, ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞകൾ, ഭഗവാന്റെ പ്രതീതിയാണ് ആധ്യാത്മിക ഗുരുക്കന്മാർ അല്ലെ. അവരുടെ ആജ്ഞകൾ, അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഭക്തി സേവനങ്ങൾ അനുഷ്ഠിക്കുകയാണ്, തീർച്ചയായിട്ടും നമുക്ക് ജീവിത വിജയം നേടാനായിട്ട് അല്ലെ. അപ്പൊ അതിനെക്കുറിച്ചിട്ട് ശുഭദേവ ഗോസ്വാമി ഇവിടെ പറയുന്നതാണ്, ത്രിലോകങ്ങളുടെയും ആധ്യാത്മിക ഗുരുവായ ബ്രഹ്മദേവനാൽ അപ്രകാരം പരിപൂർണമായി ഉപദേശിക്കപ്പെട്ട സ്വയം താഴ്ന്ന പദവിയിലായിരുന്ന പ്രിയവ്രതൻ അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കും. അദ്ദേഹത്തിന്റെ ആജ്ഞ ബഹുമാനപൂർവ്വം ശിരസാവഹിച്ചു. ബ്രഹ്മദേവന്റെ പൗത്രനാണ് പ്രിയവ്രതൻ. അതിനാൽ സാമൂഹിക പെരുമാറ്റക്രമം അനുസരിച്ച് അവന്റെ പദവി താഴ്ന്നതാണ്. ഉന്നതന്റെ ആജ്ഞ വളരെ ബഹുമാനപൂർവ്വം പാലിക്കേണ്ടത് താഴ്ന്നവന്റെ കടമയാണ്. അതിനാൽ പ്രിയവ്രതൻ പെട്ടെന്ന് തന്നെ ശരി ഭഗവൻ, ഞാൻ അങ്ങനെയുടെ ആജ്ഞ നിവർത്തിക്കാം എന്ന് പറയുകയുണ്ടായി. അപ്പൊ ബ്രഹ്മാവിന്റെ പുത്രന്റെ പുത്രനാണ് പ്രിയവ്രതൻ അല്ലെ. കൊച്ചുമകനാണ്. ഒരു മുത്തശ്ശനെ അല്ലെ ബന്ധം വെച്ച് മുത്തശ്ശനാണ്. എന്നാൽ ഈ ഭൗതിക ലോകത്തിന്റെ അധിപനാണ് ബ്രഹ്മാവെന്ന് പറഞ്ഞു അല്ലെ. ഭഗവാൻ തന്നെ ആദ്യം സൃഷ്ടിച്ചിട്ടുള്ള ജീവാത്മാവും ബ്രഹ്മാവിനും. അപ്പൊ അങ്ങനെ എല്ലാ ബഹുമാനങ്ങളും നൽകുകയുണ്ട്. പറയുന്നു ഉന്നതന്റെ ആജ്ഞ ബഹുമാനപൂർവ്വം പാലിക്കേണ്ടത് താഴ്ന്നവന്റെ കടമയാണ്. ശരി ഭഗവാൻ, ഞാൻ അങ്ങയുടെ ആജ്ഞ
നിവർത്തിക്കാമെന്ന്. നമുക്ക് കാണാം ഭഗവത്ഗീതയിലും അർജുനൻ അങ്ങനെ പറയുന്നത്. ഭഗവാൻ എല്ലാ ഉപദേശങ്ങളും നൽകിയിട്ട് പറയുന്നു അർജുനോട്. അർജുനനെ ഇതുപോലെ നിർബന്ധിക്കുകയൊന്നും ചെയ്തിട്ടില്ല, അല്ലെ? നീ ഇത് തന്നെ ചെയ്യണം, യുദ്ധം തന്നെ ചെയ്യണം എന്നൊന്നും പറഞ്ഞു. എല്ലാ ഉപദേശങ്ങളും നൽകിയിട്ട് അവസാനം എന്താ പറഞ്ഞത്? നിനക്ക് എന്താണോ ഉചിതം എന്ന് തോന്നുന്നത് അതുപോലെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. അർജുനൻ സ്വന്തം ഇഷ്ടം പോലെ പ്രവർത്തിച്ചില്ല. എന്താ ചെയ്തത്? കരിഷ്യേ വചനന്തവാ, ഞാൻ അങ്ങയുടെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കാം. കരിഷ്യേ വചനം. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്? ദേവവ്രത മഹാരാജാവും പറഞ്ഞു കരിഷ്യേ വചനം. ബ്രഹ്മദേവന്റെ വാക്കുകൾ അനുസരിച്ചിട്ട് ഞാൻ പ്രവർത്തിക്കാമെന്ന്. പ്രിയവ്രതനെ ഒരു മഹാഭാഗവതനായാണ്, മഹാഭക്തനായാണ് ഇവിടെ ചിത്രീകരിച്ചത്. നേരത്തെ തന്നെ ഭരണത്തിലൊന്നും താല്പര്യമില്ലാത്ത തപശ്ചര്യകൾ അനുഷ്ഠിക്കുവാനായിട്ട് പോയിട്ടുള്ളതാണ് പ്രിയവ്രത മഹാരാജ്. അതുകൊണ്ടാണ് സ്വയംഭൂ മനുവിന്റെ വേറൊരു പുത്രനായിട്ടുള്ള ഉത്താനപാദ മഹാരാജാവ് രാജ്യഭരണം ഏറ്റെടുത്തിട്ടുണ്ടായത്. പിന്നീട് നമ്മൾ ആ പരമ്പരയെ കുറിച്ച് പറഞ്ഞു. അതിൽ ധ്രുവ മഹാരാജാവ്, അല്ലെ, ധ്രുവ മഹാരാജാവിന്റെ പുത്രൻ, അങ്ങനെ ആ പരമ്പരയിലൂടെ അവസാനം പ്രജേതസ്സുകളിൽ നമ്മൾ വന്നെത്തുകയുണ്ടായി, അല്ലെ? അപ്പൊ ഇവിടെ സ്വയംഭൂ മനുവിന്റെ ആദ്യം വന്നിട്ട് സ്വയംഭൂ മനു നിർബന്ധിക്കുകയുണ്ടായി, എന്നാൽ അനുസരിച്ചിട്ടില്ല. അതിന്റെ മുന്നേ തന്നെ നാരദ മുനിയെ കണ്ടെത്തുന്നു. നാരദ മുനി ഭക്തിത സേവനത്തെക്കുറിച്ചും ആത്മീയ പാതയെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുകയുണ്ടായി. കൂടുതലായിട്ട് ഭഗവാനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം പിതാവിന്റെ നിർദ്ദേശങ്ങൾ പോലും പാലിക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇവിടെ ബ്രഹ്മാവ് വന്നിട്ട് ഉപദേശിച്ചതിന് ശേഷം, അതും നാരദന്റെ സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞപ്പോൾ പ്രിയവ്രത മഹാരാജാവ് അത് അനുസരിക്കേണ്ടത്, അല്ലെ? എന്താണ്? ഒരു നല്ല ഭരണാധികാരി ഇല്ലെങ്കിൽ ലോകം അരാജകത്വത്തിലേക്ക് പോകും, അല്ലെ? സ്വയംഭൂ മനു തന്റെ പദവിയൊക്കെ ഉപേക്ഷിക്കുവാനായിട്ട് പോവുക. അതിന് അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തി ഇല്ലാത്തതിനാണ് പ്രിയവ്രത മഹാരാജാവിനെ തന്നെ കടമ ഏൽപ്പിക്കുന്നത്. ആധ്യാത്മഗുരുവിന്റെ അഥവാ പാരമ്പര്യ സമ്പ്രദായ പ്രകാരം ആധ്യാത്മഗുരുവിന്റെ ആജ്ഞ നടപ്പാക്കേണ്ടത് ഒരു മഹാഭക്തന്റെ കർത്തവ്യമാണ്, അല്ലെ? പ്രഭാതിൽ പറയുന്നു ആധ്യാത്മഗുരുവിന്റെ ആജ്ഞ നടപ്പാക്കേണ്ടത് മഹാഭക്തന്റെ കർത്തവ്യമാണ്. ശ്രീ പ്രഭുപാദർ അതാണ് ചെയ്തിട്ടുള്ളത്, അല്ലെ? ശ്രീ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രഭുപാദിന്റെ നിർദ്ദേശമാണ്, ആജ്ഞയാണ്. നീ ലോകം മുഴുവൻ കൃഷ്ണാബോധം പ്രചരിപ്പിക്കണം, പ്രത്യേകിച്ചും അമേരിക്ക പോലുള്ള നാടുകളിൽ. പിന്നീട് നിനക്ക് എപ്പോഴെങ്കിലും പണം ലഭിക്കുമ്പോൾ അതെന്തിനാണ്? പുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യണം. അതുപോലെ തന്നെ ശ്രീല പ്രഭുപാദർ അത് കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. വേറെയും ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ അത് ശ്രീല പ്രഭുപാദരോട് ചെയ്യണം എന്നൊന്നും പറഞ്ഞില്ല. എന്നാൽ ശ്രീല പ്രഭുപാദരുടെ ശിഷ്യനായിട്ടുള്ള നമ്മുടെ ഗുരുമഹാരാജ്, പരമപൂജ്യ ശ്രീല ജയപതാക സ്വാമി ഗുരുമഹാരാജ് അത് നിർവഹിക്കേണ്ടത്. എന്തായിരുന്നു ഭക്തി സിദ്ധാന്ത സരസ്വതിന്റെ വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്? ശ്രീ ചൈതന്യ മഹാപ്രഭു സഞ്ചരിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദങ്ങൾ പ്രതിഷ്ഠിക്കണം. എവിടെയൊക്കെ ഇന്ത്യയിൽ എവിടെയൊക്കെ ശ്രീ ചൈതന്യ മഹാപ്രഭു സഞ്ചരിച്ചിട്ടുണ്ടല്ലോ ആ ദിവ്യധാമുകളിലൊക്കെ, ആ ദിവ്യക്ഷേത്രങ്ങളിലൊക്കെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദങ്ങൾ അവിടെ ഉണ്ടാവണം. ഭക്തന്മാർക്ക് ആ തൃപ്പാദങ്ങൾ ആരാധിക്കുവാനും അവരുടെ നമസ്കരിക്കുവാനുമായിട്ട് സാഹചര്യം ഉണ്ടാക്കണം, സൗകര്യം ഉണ്ടാകണം എന്നുള്ളത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രഭുപാദ് മഹാരാജിന്റെ ആഗ്രഹമായിരുന്നു. അദ്ദേഹം ആ സമയത്ത് കുറച്ച് തൃപ്പാദങ്ങൾ പ്രതിഷ്ഠിക്കുകയുണ്ടായെന്ന് പറഞ്ഞു. കുറച്ച് മാത്രം ബാക്കി വെക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആഗ്രഹം 108 തൃപ്പാദങ്ങള് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ 108 സ്ഥലങ്ങളിൽ ആ പാദചിഹ്നങ്ങള് പ്രദർശിപ്പിക്കണം, പ്രതിഷ്ഠിക്കണം എന്നുള്ളതായിരുന്നു. അത് ശ്രീല പ്രഭുപാദർക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നീട് ശ്രീല പ്രഭുപാദരുടെ ശിഷ്യൻ ശ്രീ ജയപതാക സ്വാമി ഗുരു മഹാരാജ് അദ്ദേഹം അത് സ്ഥാപിക്കുകയുണ്ടായി 108 സ്ഥലങ്ങളിലായിട്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ധാരാളം സ്ഥലങ്ങളുണ്ട്. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം, അല്ലെ? ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം, അത് കുറെ മുന്നേ തന്നെ ചെയ്തിട്ടുള്ളതായിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുന്നേ, 20-25 വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ സമയത്ത് അവിടെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദം പ്രതിഷ്ഠിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഇവിടെയൊക്കെ കാണുന്ന പോലെ വലുതായിട്ടുള്ളതല്ല, ചെറിയ രൂപത്തിൽ അവിടെ ശ്രീ പത്മനാഭ സ്വാമിയുടെ അടുത്ത് കയറി പോകുമ്പോൾ അവിടെ വലതുവശത്തായിട്ട് അവിടെ തന്നെ ചെറിയൊരു രീതിയിലുണ്ട്. അത് പിന്നീട് ഇപ്പൊ വലുതാക്കിയിട്ട് സ്ഥാപിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ വേറെ ധാരാളം ഇവിടെയൊക്കെ
ശ്രീ ചൈതന്യ മഹാപ്രഭു സഞ്ചരിച്ചിരുന്ന ആദികേശവ ടെമ്പിൾ, പിന്നെ വേറെ ഇപ്പൊ തമിഴ്നാട്ടിലെ കുറെ സ്ഥലങ്ങളിൽ ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഗുരു മഹാരാജ് വന്നിട്ട് അതൊക്കെ പ്രതിഷ്ഠിക്കും. ഉടുപ്പിയിൽ സ്ഥാപിക്കുവാനായിട്ട് നമ്മുടെ ഇവിടെ രാധാഗോവിന്ദ ടെമ്പിളിലും അവിടെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദം ഇവിടെ വെച്ചിട്ടുണ്ട്. ഉടുപ്പി ക്ഷേത്രത്തില് മഹാപ്രഭു സന്ദർശിച്ചതിനെ കുറിച്ച് നമ്മൾ ചൈതന്യ ചരിതാമത്തിൽ പഠിക്കുകയുണ്ടായി അല്ലെ. ഉടുപ്പിയിൽ വരികയും ഉടുപ്പി ഭഗവാനെ കണ്ടിട്ട് അവിടെ ആനന്ദ നൃത്തം ചെയ്യുകയുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഉടുപ്പി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ 108 ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ 108 സ്ഥലങ്ങളിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ തൃപ്പാദങ്ങൾ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രഭുപാദ് മഹാരാജിന്റെ ആഗ്രഹമായിരുന്നു എന്ന് നമ്മുടെ ഗുരു മഹാരാജ് ശ്രീ ജയപ്രതാപ സ്വാമി ഗുരു മഹാരാജ് പറയുന്നു. അപ്പോ ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞകൾ അഥവാ പരമ്പരയിലുള്ള ആചാര്യന്മാരുടെ ആജ്ഞകൾ നടപ്പാക്കേണ്ടത് ഒരു മഹാഭക്തന്റെ കർത്തവ്യമാണ്. ജയപ്രതാപ സ്വാമി ഗുരു മഹാരാജ് വീൽ ചെയറിൽ സഞ്ചരിച്ചുകൊണ്ടാണ് ഇവരൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലെ. അപ്പോ അത്രയും എന്താ പറയാ ഗുരുവിന്റെയും ഗുരുവിന്റെ ഗുരുവായിരുന്നു പരം ഗുരുവിനോടൊക്കെ അവരോടൊക്കെയുള്ള കടപ്പാട്, അവരുടെ ആജ്ഞ നിർവഹിക്കുവാനുള്ള എന്താ പറയാ അത്രയും നല്ല ഒരു സേവന അർപ്പണ മനോഭാവത്തോടെ ഗുരു മഹാരാജ് ധാരാളം സ്ഥലങ്ങളിൽ ഭഗവാന്റെ ദിവ്യ ധാമുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വിട്ടലയുടെ പാണ്ഡുരംഗത്ത് അവിടെ അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അവിടെയൊക്കെ ശ്രീ ചൈതന്യ മഹാപ്രഭു സഞ്ചരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ മഹാപ്രഭുവിന്റെ തൃപ്പാദങ്ങൾ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നത് ആചാര്യന്മാരുടെ ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞ നടപ്പാക്കേണ്ടത് ഒരു മഹാഭക്തന്റെ കർത്തവ്യമാണെന്ന് പറഞ്ഞില്ല ശ്രീല പ്രഭുപാദര് അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. അദ്ദേഹം നമ്മൾ നേരത്തെ ശ്രീല പ്രഭുപാദര് ജീവചരിത്രം നേരത്തെ നമ്മൾ പഠിക്കേണ്ടായി അല്ലെ. അതിൽ പറയുന്നു 1922 സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രഭുപാദ് ഈ ഒരു നിർദ്ദേശം നൽകിയിട്ട് പിന്നീട് നീണ്ട 43 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത്. അതുവരെ അദ്ദേഹം അത് ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയുണ്ടായി. ചില ആൾക്കാരൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അത് സാധിക്കുന്നില്ല, അതൊക്കെ നമ്മളെ ഗുരുവിനെ അറിയാം, അതങ്ങ് വിട്ടേക്കുന്നത് അല്ലെ. പ്രഭുപാദർ അങ്ങനെയല്ല, ഇത് എന്റെ ഗുരുവിന്റെ നിർദ്ദേശമാണ് അല്ലെ. ലോകത്തിലെ കൃഷ്ണാഭൂതം പ്രചരിപ്പിക്കുക എന്നുള്ളത് അത് പ്രഭുപാദർ ഏറ്റെടുത്തിട്ടുണ്ടായി. പ്രഭുപാദർ ഭഗവത്ഗീത 4:2 വിവരിച്ചുള്ളതുപോലെ ഏവം പരമ്പരാപ്രാപ്തം ഒരു പരമോന്നതനായ ഭഗവാന്റെ ഉപദേശങ്ങൾ ആധ്യാത്മിക ഗുരുക്കന്മാരുടെ ഗുരു ശിഷ്യ പാരമ്പര്യ ശൃംഖലയുടെ സ്വീകരിക്കണം. ഭഗവാന്റെ ഒരു ഭക്തൻ എല്ലായ്പ്പോഴും അവന് ഭഗവാന്റെ സേവകന്റെ സേവകനായി സ്വയം അതാണ് എപ്പോഴും ഒരു ഭക്തൻ എന്താണ്, ഞാൻ ഭഗവാന്റെ നേരിട്ടുള്ള സേവകൻ എന്നുള്ള പറയും അല്ലെ. ദാസന്റെ ദാസനാണ് ശ്രീ മുകുന്ദമാലയിൽ പറയുന്നു അല്ലെ. ഭൃത്യസ്യ അല്ലെ. അങ്ങനെ ഭൃത്യനാണെന്ന് പ്രേക്ഷകരാൾ പറയും അല്ലെ. അതേപോലെ തന്നെ പുത്രാസുരന്റെ പ്രാർത്ഥനയിൽ നിന്നുണ്ട് അഹം ഹരേ തവ പാദൈക മൂലോ ദാസന്റെ ദാസൻ ഭഗവാന്റെ ഭക്തന്മാരുടെ ഭക്തന്മാർ അങ്ങനെ അറിയപ്പെടുന്നതാണ്. അങ്ങനെയുള്ളവരെയാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടമെന്ന് പറയും. തന്റെ നേരിട്ടുള്ള ഭക്തന്മാരെക്കാളും എനിക്കിഷ്ടം എന്റെ ഭക്തന്റെ ഭക്തനാണ്, എന്റെ സേവകന്റെ സേവകനാണെന്ന് അറിയപ്പെടുന്നവരെയാണ് ഭഗവാൻ ഇഷ്ടമെന്ന്. ഓക്കെ, ഇവിടെ പറയുന്നു ഒരു ഭക്തൻ എല്ലായ്പ്പോഴും എന്താണ്, ഭഗവാന്റെ സേവകന്റെ സേവകനായി സ്വയം പരിഗണിക്കുന്നു. എന്താ പറയാ, പലരും ധരിക്കുക നമ്മൾ നേരിട്ട് ഭഗവാൻ അങ്ങനെയല്ല, നമ്മള് ആധ്യാത്മിക ഗുരുവിലൂടെയാണ് എല്ലാം ഭഗവാൻ നമ്മൾ നിവേദ്യങ്ങൾ നമ്മൾ ആരതി ചെയ്യുന്നതായാലും ഇതൊക്കെ എന്താണ്, ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ സഹായിക്കുന്നതാണ്. ആധ്യാത്മിക ഗുരുവാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ എല്ലാം നിവേദിക്കുന്നത്. നമ്മൾ ആധ്യാത്മിക ഗുരുവിനെ, നമ്മുടെ ദീക്ഷാ ഗുരുവിനെ അസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹമാണ് നേരിട്ട് ഭഗവാനെ സമർപ്പിക്കുന്നത്. ഇപ്പൊ ടെമ്പിളിലൊക്കെ ഓഫർ ചെയ്യുമ്പോഴും ആരതി ചെയ്യുമ്പോൾ ഒക്കെ അത് മനസ്സിലാവും. എന്താണ്, ആദ്യം ആധ്യാത്മിക ഗുരുവിന്റെ മന്ത്രമൊക്കെ ജപിച്ചിട്ട് ആധ്യാത്മിക ഗുരുവിന് തയ്യാറായതിനു ശേഷമാണ് നമ്മൾ ആ നിവേദ്യങ്ങളൊക്കെ നൽകുക. അങ്ങനെ ആധ്യാത്മിക ഗുരു ആ പരമ്പരയിലൂടെ ഭഗവാനെ നൽകുകയാണ്. ഓക്കെ, 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നിർത്താം. ബ്രഹ്മദേവൻ അനന്തരം മനുവിനാൽ അവനാവും വിധം ശ്രേഷ്ഠമായി ആദരിക്കപ്പെട്ടു. പ്രിയവ്രതനും നാരദനും നീരസത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാതെ ബ്രഹ്മാവിനെ വീക്ഷിച്ചു.
അങ്ങനെ പ്രിയവ്രതനെ അവന്റെ പിതാവിന്റെ അഭ്യർത്ഥന പ്രകാരം പ്രതിജ്ഞാബദ്ധനാക്കിയ ശേഷം ബ്രഹ്മദേവൻ ലൗകിക മനസ്സിനും വാക്കുകൾക്കും വിവരണാതീതമായ സ്വന്തം ഭവനത്തിലേക്ക് സത്യലോകത്തിലേക്ക് മടങ്ങി. അപ്പൊ ബ്രഹ്മാവ് ഇത് പറഞ്ഞപ്പോഴേ അത് പ്രിയവ്രതൻ ഉൾക്കൊള്ളുകയും അല്ലെ അതുപോലെ പ്രവർത്തിക്കാമെന്ന് പറയുകയൊക്കെ ചെയ്തു. ഇതൊക്കെ കണ്ടിട്ട് സ്വയംഭൂ മനുവിന് സന്തോഷമായി. ആ സ്വയംഭൂ മനുവും പ്രിയവ്രതനും നാരദനും ഒക്കെ ബ്രഹ്മാവിന് എല്ലാ പ്രണാമങ്ങളും അർപ്പിച്ചിട്ടുണ്ടായിരുന്നേ. നാരദന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ പൂർണ്ണമായിട്ടും എതിർക്കുന്നതാണ്. എന്നാല് ലോകത്തിലൊരു നല്ല ഭരണാധികാരി ഇല്ലാതായാല് രാജ്യം അരാജകത്വത്തിലേക്ക് അല്ലെ. നേരത്തെ അറിയാം നാരദരെ സൃഷ്ടിച്ചിട്ട് ബ്രഹ്മാവ് സൃഷ്ടികർമ്മങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞപ്പോ നാരദരെ എനിക്ക് സാധിക്കില്ല, ഇതെന്റെ വഴിയല്ല, അതെന്റെ പണിയല്ല എന്ന് പറഞ്ഞിട്ട് അത് ഉപേക്ഷിച്ച് പോവുകയുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എങ്കിലും നാരദമുനി നേരത്തെ ആത്മീയ കാര്യങ്ങളൊക്കെ ഉപദേശിക്കുകയുണ്ടായി. എന്നാലും ഇപ്പോഴും ബ്രഹ്മാവ് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഭഗവാന്റെ ആജ്ഞയാണ്, നീ അനുസരിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞപ്പോൾ അത് പ്രിയവ്രതൻ അനുസരിക്കുകയും അതുകൊണ്ട് തന്നെ പ്രിയവ്രതനോ നാരദമുനിക്കോ ബ്രഹ്മാവിനോട് യാതൊരു നീരസവും ഉണ്ടായില്ല. അവര് പൂർണ്ണ ബഹുമാനത്തോടെ തന്നെ അദ്ദേഹത്തെ യാത്രയാക്കി ബ്രഹ്മാവ് സ്വന്തം സത്യലോകത്തിലേക്ക് മടങ്ങിയിട്ടുണ്ടായത്. ലോകഭരണത്തിന്റെ ഉത്തരവാദിത്വം ഏൽക്കാൻ തന്റെ പുത്രൻ പ്രിയവ്രതനെ ബ്രഹ്മദേവൻ സ്വാധീനിച്ച് സംബന്ധിച്ചതിൽ മനു തീർച്ചയായും വളരെ സംതൃപ്തനായിരുന്നു. നാരദനും വളരെ സംതൃപ്തനായിരുന്നു. ബ്രഹ്മചാരിയായി തുടരാനുള്ള പ്രതിജ്ഞ ലംഘിച്ച് ലോകഭരണത്തിന്റെ ചുമതലയെടുക്കാനും ഭക്തി സേവനത്തിൽ സമ്പൂർണ്ണമായി മുഴുകാനും പ്രിയവ്രതനിൽ ബ്രഹ്മദേവൻ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അവനും നാരദനും അദ്ദേഹത്തെ നീരസത്തോടെ വീക്ഷിച്ചില്ല. പ്രിയവ്രതനെ തന്റെ ശിഷ്യനാക്കാനുള്ള ശ്രമം ഫലിക്കാത്തതിൽ നാരദന് നിരാശയോ ദുഃഖമോ തോന്നിയില്ല. ബ്രഹ്മദേവനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അറിവുള്ള ഉന്നത വ്യക്തിത്വങ്ങളായിരുന്നു നാരദനും പ്രിയവ്രതനും. അതുകൊണ്ട് ബ്രഹ്മദേവനെ മുഷിച്ചലോടെ വീക്ഷിക്കുന്നതിന് പകരം അവർ അദ്ദേഹത്തെ വികാരത്തോടെ തങ്ങളുടെ ആദരവുകൾ അർപ്പിച്ചു. ബ്രഹ്മാവ് അനന്തരം വാക്കുകളാൽ വർണ്ണനാതീതവും മനസ്സിനാൽ അപ്രാപ്യവും എന്ന് വിചാരിച്ചു സത്യലോകത്തിലേക്ക് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി. ഇതിന്റെ ഉള്ളിലെ യാതൊരു മാറ്റവും ഉണ്ടായില്ല, യാതൊരു എന്താ പറയാ നീരസവും ഉണ്ടായില്ല എന്ന് പറയും. എന്താ പറയാ നാരദരെല്ലാവരെയും ഭക്തിത പാതയിലേക്ക് കൊണ്ടുവരുന്നതാണ് അല്ലെ. എന്നാൽ ഇവിടെ മറ്റുള്ള പാതയിലേക്ക് കൊണ്ടുപോയി. എന്നാലും പറഞ്ഞ ബ്രഹ്മാവ് പറയുന്നത് ഇത് എന്റെ അല്ല, ഭഗവാന്റെ ആജ്ഞയാണ് അല്ലെ, അത് പാലിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് അത് ഏറ്റെടുക്കുകയുണ്ടായി അല്ലെ. അതാണ് ഉയർന്നവരുടെ വാക്കുകൾ ബഹുമാനിക്കുവാനായിട്ട് ഏറ്റെടുത്തത്. അല്ലാതെ ലോകം ഭരിക്കുവാനായിട്ട് രാജാവാകാനായിട്ട് അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടല്ല പ്രിയവ്രത മഹാരാജാവ് ഈ ചുമതല ഏറ്റെടുക്കുന്നത്. അതാണ് മുതിർന്നവരുടെ വാക്കുകൾ ഭഗവാന്റെ വാക്കുകളാണെന്ന് പറഞ്ഞിട്ടാണ് ബ്രഹ്മാവ് പറയുന്നത്. ഭഗവാന്റെ ആജ്ഞയാണ് അനുസരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാക്കുകളെ ബഹുമാനിക്കുകയും അത് സ്വീകരിക്കുകയും ഉണ്ടായി. അല്ലാതെ പ്രഭാതർ പറയും ഇന്നത്തെ ലോകത്തിലെ രാഷ്ട്രീയക്കാർ കാണാം, അവര് ഭരണത്തിനായിട്ട് അടിപിടി കൂടുന്നു അല്ലെ, അതിനായിട്ട് എന്തു കാര്യങ്ങൾ ചെയ്യുന്നു, വോട്ടർമാരെയൊക്കെ സ്വാധീനിക്കുന്നു, അങ്ങനെ പലതരത്തിലും ഭരണം പിടിച്ചെടുക്കുവാൻ എന്തെങ്കിലും അധികാരം ലഭിക്കുവാനായിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. എന്നാൽ ഇവിടെ കാണാം സ്വയംഭൂ മനു ആ പദവി സ്വയം പ്രിയവ്രത മഹാരാജാവിന് നൽകാനായിട്ട്. എന്നാൽ പ്രിയവ്രത മഹാരാജാവ് ഇത് വേണ്ട എന്ന് പറഞ്ഞ് ആദ്യം നിരസിക്കുന്നു അല്ലെ. എന്നാൽ വീണ്ടും ബ്രഹ്മാവ് പറഞ്ഞപ്പോഴത് ഏറ്റെടുക്കുകയുണ്ടായിരുന്നു. സ്വയംഭൂ മനു ലോകത്തിലെ മുഴുവൻ ഗ്രഹ സംവിധാനങ്ങളുടെ ഭരണ സാന്നിധ്യം സ്വമേധയാ ത്യജിക്കുന്നത് സംതൃപ്തി കണ്ടെത്തിയെന്നതാണ് അർത്ഥവത്തായ. സർക്കാരിന്റെ ചുമതല ഏറ്റെടുക്കാൻ വർദ്ധിച്ച ആകാംക്ഷയുള്ളവരാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർ. ഇന്നത്തെ പദവികൾ ജനങ്ങളുടെ വോട്ട് സ്വരൂപിക്കാൻ അവരുടെ ആളുകളെ അവർ നേരെ മറിച്ച് ലോകത്തിന്റെ ചക്രവർത്തി പദം സ്വീകരിപ്പിക്കുവാൻ പ്രിയവ്രത രാജാവിന്റെ ബ്രഹ്മദേവൻ സ്വാധീനിക്കുന്നതാണ് നാം ഇവിടെ കണ്ടത്. അതുപോലെ സ്വയംഭൂ മനു ലോകഭരണം സ്വയം ത്യജിച്ച് പ്രിയവ്രതനെ ഭാരമേൽപ്പിച്ചതിൽ ആശ്വസിക്കുന്നതും ഇവിടെ കാണും. വൈദിക കാലത്ത് രാജാക്കന്മാരും ഭരണനിർവഹണത്തിന്റെ മേലധികാരം തങ്ങളുടെ പദവികൾ സ്വീകരിച്ചതും ഇന്ദ്രിയ സ്വാധീനത്തിന് വേണ്ടിയായിരുന്നു തെളിയിക്കുന്നു. അവരൊക്കെ ആരാണ്? രാജർഷികൾ അല്ലെ. രാജർഷികൾ, രാജാവുമാണ് ഋഷി തുല്യമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ്. രാജർഷികളാണ് അറിയപ്പെടുന്ന അത്തരം ഉന്നതരായ രാജാക്കന്മാർ രാജ്യത്തിന്റെ സംരക്ഷണത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും മാത്രമായിരുന്നു ഭരണം നിർവഹിച്ചത്. ഇന്നത്തെ രാഷ്ട്രീയക്കാരെ പോലെയല്ല അല്ലെ. അവര് പ്രഭാതര് പറയും പ്രായമായിട്ട് മരിക്കാറായാലും ആ പദവിയിൽ നിന്നും താഴേക്ക് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു. അതാണ് അത്രമാത്രം അറ്റാച്ച്മെന്റ് ആണ് ആ പദവിയോട്. എന്തിനാണ്? ജനങ്ങളെ ഇങ്ങനെ സേവിച്ചുകൊണ്ടേയിരിക്കാനല്ല അല്ലെ. എങ്ങനെ സ്വന്തം താല്പര്യങ്ങൾ നടപ്പിലാക്കാം, എങ്ങനെ സ്വന്തം കുടുംബത്തിന്റെ ക്ഷേമം, സ്വന്തം ബാങ്ക് ബാലൻസ് എങ്ങനെ കൂടുതലാക്കാം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കലിയുഗത്തിൽ പ്രത്യേകിച്ചും ഭരണാധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, രാഷ്ട്രീയക്കാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ജനങ്ങളെ സേവിക്കുവാനായിട്ടല്ല അവര് ഇത്രയധികം ആകാംക്ഷയോടെ
താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നത്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, അല്ലെ? പൊതുജന താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട്, ജനങ്ങൾക്ക് ക്ഷേമങ്ങൾ ചെയ്യാനായിട്ടുള്ള ആൾക്കാരായിരിക്കും. എന്നാൽ ഒട്ടുമിക്കവാറും എല്ലാവരും സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുവാനായിട്ട്, അല്ലെ, ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. മറ്റുള്ളതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്, അല്ലെ? എന്താ പറയാ, വോട്ടുകളൊക്കെ ചെയ്തിട്ട് ജനങ്ങളൊക്കെ വിജയിപ്പിച്ചു കഴിഞ്ഞാല് അവരെ പാടെ മറന്നു, അല്ലെ? പിന്നീട് എപ്പോഴെങ്കിലും അടുത്ത ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇലക്ഷൻ ആകുമ്പോഴൊക്കെ അവരെ കാണാനായിട്ടൊക്കെ ചിലപ്പോൾ വരും, അല്ലെ? നല്ല പുഞ്ചിരിയോടെയൊക്കെ. അത് പാടെ മറന്നു പോകും, അല്ലെ? ഇന്നത്തെ കലിയുഗത്തിൽ അങ്ങനെയാണ്. എന്താ രാഷ്ട്രീയക്കാരായാലും മറ്റുള്ള ഉന്നത ഭരണാധികാരികളോ അവരൊക്കെ സ്വന്തം താല്പര്യത്തിനായിട്ടാണ് അമിതമായിട്ട് പ്രാധാന്യം. എന്നാൽ ഇവിടെ പ്രിയവ്രത മഹാരാജാവ് രാജ്യഭരണം ഏറ്റെടുക്കുന്നത് ലോകത്തിന്റെ നന്മയ്ക്കായിട്ടാണ്, അല്ലെ? അങ്ങനെ ഒരു ആൾ ഭരിക്കുന്നില്ലെങ്കിൽ എന്താണ്, ലോകം അരാജകത്വത്തിലേക്കൊക്കെ പോകും, അല്ലെ? നേരത്തെ ഭഗവത്ഗീതയിലും കണ്ടു, ഭഗവാൻ പറയുന്നു, അല്ലെ, അർജുനനോട് യുദ്ധം ചെയ്യാനായിട്ട്, അല്ലെ? അല്ലെങ്കിൽ എന്താണ്, സർവനാശമായിരിക്കും ഫലം, അല്ലെ? ലോകത്തിൽ അരാജകത്വം ഉണ്ടാവും, എല്ലാം താറുമാറാവുന്നുള്ളത്, അല്ലെ? ധർമ്മം സംരക്ഷിക്കുവാനായിട്ടാണ് ഭഗവാൻ ആജ്ഞാപിച്ചിട്ടുള്ളത്. പ്രകാരം അർജുനൻ യുദ്ധം ചെയ്യുകയും, അല്ലെ, രാജ്യം നേടുകയും ഒക്കെ ഉണ്ടായി. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ പ്രിയവ്രത മഹാരാജാവ് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ഭഗവാന്റെ ആജ്ഞകള്, ബ്രഹ്മദേവന്റെ നിർദ്ദേശങ്ങൾ അത് അനുസരിക്കുകയാണ് ചെയ്യുന്നത്. പ്രഭാകർ പറയുന്നു, ഭൗതിക കാര്യങ്ങളെ ഇവിടെ വിശ്വസമുദ്രത്തോടാണ് സാധിച്ചപ്പെടുന്ന നരോത്തമദാസ് ഠാക്കൂർ പറയുന്നത്, എന്റെ ഹൃദയം ഭൗതിക അഗ്നിയിൽ സദാ പൊള്ളുന്നു, അതിൽ നിന്നും പുറത്തു കടക്കാൻ ഒരു ഉപാധിയും കാണുന്നില്ല. അതുപോലെ തന്നെ വരുന്ന ശ്ലോകങ്ങൾ, ആധ്യാത്മിക ലോകമായി ഗോലോകര പ്രേമതന ഹരിനാമ സങ്കീർത്തന രതിന ജന്മിലക്കേനതായ, ആധ്യാത്മിക ലോകമായ ഗോലോക വൃന്ദാനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഹരിനാമ സങ്കീർത്തനം, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ഒന്നു മാത്രമാണ് പരിഹാരം. അതിനോട് ആകർഷണമില്ലാത്ത ഞാൻ എത്ര നിർഭാഗ്യവാനാണ്. തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള പ്രക്രിയയാണ് ഭഗവാന്റെ തിരുനാമ ജപം എന്ന് പറയുന്നത്, അല്ലെ? എന്നാൽ അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല, ആകർഷണമില്ല. അതുകൊണ്ട് ഞാൻ എത്രമാത്രം നിർഭാഗ്യവാനാണ്. മനുവിന് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ശരണം തേടണമായിരുന്നു. അതിനാൽ പുത്രൻ ലോകകാര്യങ്ങളുടെ ഉത്തരവാദിത്തമേറ്റപ്പോൾ അവന് വളരെ ആശ്വാസമായി. വൈദിക സംസ്കാരത്തിന്റെ സമ്പ്രദായമാണ് ജീവിതത്തിൽ ഒരുവൻ സ്വയം ലോകകാര്യങ്ങൾ നേടുകയും ഭഗവത് സേവനത്തിൽ പരിപൂർണമായും മുഴുകുകയും വേണം. സ്വയംഭൂ മനുവിന് സന്തോഷമായി. എന്താണ്? തന്റെ ഉത്തരവാദിത്തമൊക്കെ പുത്രനായിട്ടുള്ള പ്രിയവ്രതനെ ഏൽപ്പിച്ചു കൊടുത്തു, അല്ലെ? നീ സന്തോഷത്തോടെ ഭക്തി സേവനങ്ങൾ അനുഷ്ഠിച്ച് തിരിച്ചു ഭഗവാനത്തേക്ക് പോകാനായിട്ട്. ഇപ്പൊ നേരത്തെ കാണാം, യുധിഷ്ഠിര മഹാരാജാവും ഒക്കെ, അല്ലെ, ഭരണം പരീക്ഷിത്ത് മഹാരാജാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെ? പിന്നീട് പരീക്ഷിത്ത് മഹാരാജാവ് അതൊക്കെ ഉപേക്ഷിച്ച് സുഖദേവസ്വാമി, ശ്രീമദ് ഭാഗവതം. അപ്പൊ ഇവിടെ പറഞ്ഞു, സുരർഷി വര അനുമതേന എന്ന വാക്കുമാർത്ഥവതാണ് മനു നാരദ മഹാമുനിയുടെ അനുമതിയോടെയാണ് പുത്രനെ ഭരണം ഏൽപ്പിച്ചത്. പ്രത്യേകം സൂചിപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ പ്രിയവ്രതൻ ഭൗതിക കാര്യങ്ങളിൽ നിന്നും സ്വതന്ത്രമാകണമെന്നായിരുന്നു നാരദന്റെ ആഗ്രഹം. ബ്രഹ്മദേവന്റെയും മനുവിന്റെയും അഭ്യർത്ഥന പ്രകാരം അവൻ ലോകഭരണത്തിന്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ നാരദനും വളരെ സന്തുഷ്ടനായിരുന്നു. നാരദമുനി ഭക്തിത സേവനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ്, അല്ലെ? എന്നാൽ ഇവിടെ ബ്രഹ്മാവ് വന്ന് പറഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ ആജ്ഞയാണ്, അതുകൊണ്ട് അത് നിഷേധിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് നാരദമുനിയും അതിനെ എതിർത്തൊന്നും പറഞ്ഞില്ല, അതിനെ സപ്പോർട്ട് ചെയ്തു, അല്ലെ? അപ്പൊ അതുകൊണ്ട് സ്വയംഭൂ മനുവും സന്തോഷിച്ചു. എന്താണ്? നാരദരെ പ്രിയവ്രതന്റെ ഗുരുവാണ്, അദ്ദേഹം അതിനെ എതിർത്തില്ല, അല്ലെ? അപ്പൊ അത് സ്വീകരിക്കുന്നതിൽ തടസ്സമൊന്നും പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് സ്വയംഭൂ മനു സന്തോഷിക്കുകയുണ്ടായി, അല്ലെ? നേരത്തെ ബ്രഹ്മാവിനെ പോലും ധിക്കരിച്ചിട്ടുള്ളതാണ് നാരദമുനി, അല്ലെ? നാരദമുനിയോട് നീ ഗൃഹസ്ഥനാകാനും നീ എന്നെ സൃഷ്ടിയിൽ സഹായിക്കുവാനായിട്ടും പറയുന്നില്ല. നാരദമുനി എനിക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്, അല്ലെ? ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. ഗ്രന്ഥരായ ശ്രീമദ് ഭാഗവതം ജയ ശ്രീല പ്രഭുപാദ് കി ജയ. ഗുരുരാജ് ഇന്നലത്തെ ഭാഗങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കയ്യെടുത്താം. ഇനി വരുന്ന ഭാഗങ്ങൾ കൂടുതലായിട്ട് പഠിക്കും. അപ്പൊ പ്രിയവ്രത മഹാരാജാവിന് 10 പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായി എന്ന് പറയുന്നു. വർഷ്മതി എന്നുള്ള ആ വിശ്വകർമാവിന്റെ വേറെയും ഒരു ഭാര്യന് പുത്രന്മാരുള്ളതിനെ കുറിച്ചും ഇനി വരുന്ന ഭാഗങ്ങൾ അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. പിന്നീട് അതിലൊരു പുത്രന്റെ
പരമ്പരയെ കുറിച്ചിട്ടും അതിന് അവരുടെ പുത്രനായിട്ട് അവരുടെ പുത്രന്റെ പുത്രനായിട്ട് ഭഗവാൻ തന്നെ ഋഷഭദേവനായിട്ട് വരുന്നതും ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വരുന്ന ഭാഗങ്ങൾ പഠിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. ഗ്രന്ഥരായ ശ്രീമദ് ഭാഗവതം ജയ ശ്രീ പ്രഭുപാദ് ജയ ഗ്രന്ഥരാജ് ജയ ഹരേ ഹരേ കൃഷ്ണ. വംശകൽപതരൂപശ കൃപാ സിന്ധുഭ്യവശ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദയ്ക്ക് ജയ ശ്രീ പ്രഭുപാദ് ജയ ഗ്രന്ഥരാജ് ശ്രീല പ്രഭുപാദര് അമേരിക്കയിൽ എത്തിയിട്ടുള്ള ഒരു ദിവസമാണ് എന്ന് പറയുന്നു. അമേരിക്കയില് ജലദൂതയില് അമേരിക്കയിൽ എത്തിച്ചേർന്നിട്ടുള്ള ആ ബോസ്റ്റൺ എന്നുള്ള സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഹരേ വേറെ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി.